റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളിന്ന് റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത് മേപ്പാടി ടൗണിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്നൊരു പ്രൈവറ്റ് പൂൾ ഹോം സ്റ്റേയിൽ എത്താൻ സാധിക്കും. നമുക്ക് ആദ്യം ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം റൂമിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് നിങ്ങൾ കയറി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടും. അതിന് പുറമെ ആക്ടിവിറ്റീസിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു സിംഗിൾ ബാസ്കറ്റ് ബോൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മരത്തിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ടയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കയറി ഇരുന്ന് കളിക്കാനുള്ള ചെറിയൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. ഇവിടെ വരുന്ന ഗസ്റ്റിന്, അതായത് ഫാമിലി ആയിട്ടും അതേപോലെ തന്നെ കപ്പിൾസ് ആയിട്ടും ബാച്ചിലേഴ്സിൻ്റെ ഗ്രൂപ്പായിട്ടും സ്റ്റേ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിനുള്ളൊരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റിയും കൂടെ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ തന്നെ മറ്റൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള വാച്ച് ടവറാണ്. ഇതാണ് ഇവിടുത്തെ വാച്ച് ടവർ. ചെറിയൊരു വാച്ച് ടവറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഭാഗവും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലപ്പുറത്തിൻ്റെ ആ ഒരു അതിർത്തി അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വാച്ച് ടവറിൽ 2 ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മോർണിംഗ് ടൈമിലൊക്കെ ഇവിടെയൊക്കെ വന്നിരുന്ന് സൺറൈസൊക്കെ കണ്ടിട്ട് അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടുത്തെ പൂൾ നോക്കിയിട്ട് വരാം. നമ്മൾ പൂളിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റു കുറച്ച് ഫെസിലിറ്റീസും കൂടെ ഉണ്ട്. ഒന്ന്, ഈ വരാന്തയിൽ ഇവിടെ ആയിട്ടൊരു ചെറിയ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ഒക്കെ വന്നിട്ട് ഇരിക്കാം. പിന്നെ ഇവിടെയായിട്ട് ഒരു മ്യൂസിക് ബോക്സും കൊടുത്തിരിക്കുന്നത് കാണാം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചില്ലായിട്ട് ഇരിക്കാം, മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യാൻ ആ ഒരു ബോക്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു സ്വിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരിക്കും. നല്ല ഈവനിങ് ടൈമൊക്കെ ഈ ഒരു കംപ്ലീറ്റ് നാച്ചറൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാം. ഇനി ഇവിടെ ഒരു കോമൺ ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് ഡൈനിങ് ഏരിയ അവർ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 8 പേർക്ക് അറ്റ് എ ടൈം ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 2 ടേബിളും ചെയർസാണ് കേട്ടോ അവരിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു കിച്ചൺ ഫെസിലിറ്റീസും കൂടെ വരുന്നുണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഫാമിലി ആയിട്ടോ മറ്റോ വരുവാണെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരാവശ്യത്തിന് നിങ്ങൾക്ക് വെള്ളം ചൂടാക്കി കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ തണുപ്പിക്കാനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോമൺ കിച്ചൺ യൂസ് ചെയ്യാമല്ലോ. അത്യാവശ്യം സാധനങ്ങൾ, പ്ലേറ്റ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും സ്പൂൺ, അതേപോലെ തന്നെ സ്റ്റൗ, ഈ ഫെസിലിറ്റീസൊക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ നിങ്ങൾക്ക് ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫെസിലിറ്റീസും, അതിന് പുറമെ നിങ്ങൾക്ക് ബാർബിക്യോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കിച്ചണും കൂടെ അവർ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ബാർബിക്യും ക്യാമ്പ് ഫയറൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള ചെറിയൊരു സ്ലൈഡിങ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് വരുന്നവർക്ക് അതും യൂസ്ഫുൾ ആവും. ഇനി നമുക്ക് ഇവിടുത്തെ പൂളിലേക്ക് പോവാം. ഹോം സ്റ്റേയിൽ നിന്നും ഏകദേശം ഒരു 40-50 മീറ്ററോളം മാറിയിട്ടാണ് അവർ ഈ ഒരു പൂള് കൊടുത്തിട്ടുള്ളത്. പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പൂളിൻ്റെ സൈഡിൽ തന്നെ അവർ ചെറിയൊരു ഹെമോക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരം ഇരിക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെറിയൊരു ബാത്തിങ് കഴിഞ്ഞ ശേഷം ഇറങ്ങുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോട്ടൺ ഡ്രസ്സുകൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഫേഡായി കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പൂളിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ആവശ്യത്തിനുള്ളൊരു സ്പേസ് ഈ ഒരു പൂളിനുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൂളിലേക്ക് ഡയറക്റ്റ് ഡൈവ് ചെയ്യരുത്. പിന്നെ ഇതിൻ്റെ ആഴം ഏത് ഭാഗത്താണ് കൂടുതൽ കുറവെന്നൊന്നും അറിയാതെ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ തലയൊക്കെ പോയിട്ടിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ പൂളിൻ്റെ സൈഡിലായിട്ട് ഇവിടെ 2 ചെയറും അതേപോലെ തന്നെ ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവർ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറും അങ്ങനെയുള്ള ചെറിയ ഓപ്ഷൻസൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും കൂടെ അവർ പറഞ്ഞു തരും. ഇവിടുത്തെ മറ്റൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൂളിൻ്റെ സൈഡിലേക്ക് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. ചുറ്റും വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. നല്ലൊരു കോഫി പ്ലാന്റേഷൻ്റെ ഈ ഒരു നടുവിലായിട്ടാണ് നിങ്ങൾക്ക് സ്റ്റേ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 3 ബെഡ്റൂം ഹോം സ്റ്റേയുടെ എല്ലാ ഫെസിലിറ്റീസും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബാക്കിയുള്ളത് ഇവിടുത്തെ റൂംസും അതിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസാണ്. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം.